നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്യാൻസർ ബാധിതനായ സഹപ്രവർത്തകന് കൈത്താങ്ങാവുകയാണ് കൊട്ടാരക്കരയിലെ 2 പ്രൈവറ്റ് ബസ് ജീവനക്കാർ. കൊട്ടാരക്കര ചാത്തന്നൂർ റൂട്ടിലോടുന്ന രാധേയം എന്ന ബസ്സും ആമീസ് എന്ന ബസ്സുമാണ് ഇന്ന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷനും ചികിത്സാ സഹായമായി നൽകി ക്യാൻസർ ബാധിതനായ ജിനീഷിന് കൈത്താങ്ങാവുന്നത്. ഓയൂർ കൊട്ടാരക്കര റൂട്ടിലെ ബസ് ജീവനക്കാരനായിരുന്നു ജിനീഷ്. ഇപ്പോൾ ഏറെ നാളായി ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുകയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ചികിത്സാ സഹായമായാണ് ഇപ്പോൾ ബസ്സിലെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും കൈമാറാൻ തീരുമാനിച്ചത്. ബസ്സിൽ നിന്ന് ലഭിക്കുന്ന കളക്ഷന് പുറമെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ധനസഹായം നൽകുന്നുണ്ട്. ഈ തുകയെല്ലാം ചേർത്തായിരിക്കും ജിനീഷിന് കൈമാറുക. 3-4 മാസം കൊണ്ട് ഞാൻ സുഖമില്ലാതായി വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ സുഖമില്ലാതായി നമ്മൾ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് സഹായങ്ങൾ തേടി ഇറങ്ങിയതാണ്. അങ്ങനെ വിളിച്ച് ചോദിച്ച് നമ്മൾ പൈസയായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ ചെയ്യുമെന്ന് ചോദിച്ച് അങ്ങനെ പൈസയില്ലാതെ നമ്മൾ കാരുണ്യയാത്രയായിട്ടൊരു ദിവസം ഓടാൻ പറഞ്ഞ് ബസ് ഓടുകയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം എത്ര എന്നെ പൈസ പിരിച്ച് കൊടുക്കാം അത്ര നമ്മൾ ചെയ്തു കൊടുക്കും. ബസ്സിൻ്റെ റൂട്ട് പിന്നെ കൊട്ടാരക്കര ചിറക്കര ക്ഷേത്രം, കൊട്ടാരക്കര ചാത്തന്നൂർ ചിറക്കര ക്ഷേത്രമാണ് റൂട്ട്. ജിനേഷ് ഈ ബസ് ഫുള്ള് ഓടുന്ന ഇന്നത്തെ മുഴുവൻ കളക്ഷനും ഈ അണ്ണൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വണ്ടി വരുന്ന യാത്രക്കാരെയും തരുന്ന പൈസയും പിന്നെ മറ്റുള്ളവരെ നമ്മളെ ഈ ഇവിടെ സ്റ്റാൻഡിൽ വന്നിരുന്ന് സഹായിക്കുന്ന ആൾക്കാരെല്ലാം പൈസ നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ടുകൂട്ടി ഒരു തുക നമുക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം. പുള്ളി ഇവിടുത്തെ ബസ്സിലെ പ്രൈവറ്റ് ബസ്സിലെ കൊട്ടാരക്കര ഓടുന്ന ബസ്സിൽ ജീവനക്കാരനായിരുന്നു. ഒരു 6 മാസം മുമ്പ് വരെ ഓടിക്കൊണ്ടിരുന്ന ആളാണ് ബസ്സിൽ. അങ്ങനെ സുഖമില്ലായ്മ കൊണ്ടാണ് മാറിയത്. ഇന്ന് 2 സർവീസുണ്ട്. ഒന്ന് രാധയും ഒന്ന് ആമീസും.